ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? റസ് മലായി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം റസ് മലായിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. ഈ ഡെസേർട്ട് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റസ് മലായി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 കപ്പ് മിൽക്ക് ഒരു പാനിലെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ബോയിലായി എടുക്കണം. നന്നായിട്ട് ബോയിൽ, അതായത് നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയണം, തിക്നെസ് കാരണം തിളച്ച്. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് ബോയിലായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് ആൽമണ്ട് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂവും പിസ്തയും കൂടെ പൊടിച്ച് വെച്ചത് പൊടിയായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം പാല് അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഷുഗർ ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കൂടെ 1 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേ സമയത്ത് വേറൊരു പാത്രത്തിൽ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബോയിലാക്കുക. അപ്പോൾ ഇതുപോലെ പാല് പിരിഞ്ഞു വരും. എന്നിട്ട് അതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു നല്ല വൃത്തിയുള്ള തുണിയിലേക്ക് നെറ്റിൻ്റെ മേലെ ഇട്ടിട്ട് അരിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കുറച്ച് നേരം ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം. കഴിഞ്ഞ് നോക്കുമ്പോഴേ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് 1/2 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളുടെ മലായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ആൽമണ്ട് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. സെയിം ടൈം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 3/4 കപ്പ് വെള്ളവും 1/2 കപ്പ് ഷുഗറും എടുത്തിട്ട് ബോയിലാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ബോയിലാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ റസ്കോൾ റെഡിയാക്കാം. ഗോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഞാനിത് ഒരു പരന്ന ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഉരുട്ടിയിട്ടാണെങ്കിൽ ഉരുട്ടിയിട്ട് വെക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് റെഡിയാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയായി കഴിഞ്ഞ ശേഷം ഈ ബോയിലാവുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഷുഗർ സിറപ്പ് കുറവായത് കാരണം തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിന് 2 സൈഡും വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സാഫ്രോൺ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മളുടെ മലായി സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്ന സമയം ഇതെടുത്തിട്ട് പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബോയിൽ ചെയ്യിക്കാം. നന്നായി ബോയിലായി വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് ഇതിനൊരു കണ്ടെയ്നർക്ക് മാറ്റി വയ്ക്കാം. ചൂടാറുമ്പോൾ അതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഒരു 2-3 hours കഴിഞ്ഞിട്ട് ഞാനിതിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റസ് മലായി റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും എന്നെ കമൻറ്റ്സ് അറിയിക്കണം. ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.